കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. സാധാരണ മീൻകറി മുളകിട്ടോ തേങ്ങ അരച്ചിട്ടോ അല്ലേ വെക്കാറ്. നമ്മളിന്ന് ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ച നല്ലൊരു മീൻകറിയാണ് കേട്ടോ. അതിനായി ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചൂര മീനാണ് കേട്ടോ. ദശ കട്ടിയുള്ള എല്ലാ മീനും നമുക്കിങ്ങനെ വെക്കാം. ഇനി നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ ചിരവി പാനിലിട്ട് വറുത്തെടുക്കാം കേട്ടോ. അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ അതിലേക്ക് വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയുടെ അളവിനനുസരിച്ച് വേണം ചേർക്കാൻ. പൊടി കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. തേങ്ങയും കരിയാൻ പാടില്ല, കറിയുടെ ടേസ്റ്റേ മാറും. പാകത്തിന് മൂപ്പിച്ചെടുക്കണം, ശ്രദ്ധിച്ച്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റേണ്ടത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റണം, പൊടി കരിയരുത്. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, പാകത്തിന് ഉപ്പും ചേർത്ത്. ഇനി അതിലേക്ക് പുളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാൻ കുടംപുളി നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുതിർന്ന് വന്ന വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കണം. ഒന്ന് തിളച്ച് പുളിയും ഉപ്പും എരിവും എല്ലാം സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച തേങ്ങ തണിഞ്ഞിട്ടുണ്ടാവും. അതല്പം വെള്ളം കൂട്ടി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാ കറി അപ്പോഴേക്കും തിളച്ചു, പുളിയെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒന്ന് അടച്ചു വെച്ച് തിളക്കട്ടെ. ഉപ്പും പുളിയും മുളകും എല്ലാം മീനിലേക്ക് നന്നായി പിടിച്ച് ഒന്ന് വേവട്ടെ കേട്ടോ. ഇതാ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ ചാറാകരുത്, കുറുകിയ ചാറാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പാകത്തിന് ഉപ്പും എല്ലാം നോക്കണം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല സ്വാദിഷ്ടമായ മീൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ. നിങ്ങളുടെ അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.